റൈസബ്ദാൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗോസിപ്പിനെ കുറിച്ചാണ്. പണ്ടൊക്കെ റോഡ് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചായക്കടകളിലൊക്കെ ആയിരുന്നു പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോട്ട് വ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശം വിധിക്കാനുമാണ്. അപ്പോൾ സ്വന്തം താൻ എത്രത്തോളം യോഗ്യനാണെന്നുള്ളത് ചിന്തിച്ചിട്ടല്ല പലരും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നത്, മറ്റുള്ളവരെ മോശക്കാരാക്കുന്നത്. പലപ്പോഴും പലരും സ്വന്തമായിട്ട് വലിയ എന്തോ തികഞ്ഞ വ്യക്തികളാണെന്നുള്ളത് കാണിക്കുന്ന രീതിയിലാണ് പലരും കമൻറ്റുകളിൽ വന്ന് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ കഴിവിനെ കുറച്ച് കാണിക്കുന്നതും. സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കുക. ഞാൻ എത്രത്തോളം നല്ല വ്യക്തിയാണ് അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം യോഗ്യതയുണ്ട് മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കാനുള്ളത് സ്വയമേ ചിന്തിച്ചിട്ട് മാത്രം വേണം മറ്റുള്ളവരെ വിമർശിക്കാൻ. പലപ്പോഴും പല മീഡിയാസ് പല ആളുകളുടെയും മോശം കാര്യങ്ങൾ എടുത്തിട്ട് പല ആളുകൾക്കും അതിൽ കമൻ്റ് ഇട്ട് പലരുടെയും അമർഷവും വിമർശനങ്ങളും ഏറ്റുവാങ്ങാനുള്ള ഒരു ഇത് ആക്കുന്നുണ്ട്. പലപ്പോഴും സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇപ്പോൾ ഒരു എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു നായ്ക്കൊരു എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ പിന്നെ നിരന്തരം പല രീതിയിൽ പല മീഡിയാസ് വഴി അത് തന്നെ പ്രചരിപ്പിച്ച് മറ്റുള്ളവരിലോട്ട് എത്തിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു കോഴികൾ തമ്മിൽ കോഴിപ്പേര് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് പലരും കൊണ്ട് കുറ്റം വിധിക്കാനും അല്ലെങ്കിൽ അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെ അവരുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് മാർക്കറ്റ് ചെയ്ത്, ഇന്നത്തെ കാലത്ത് നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണ് കൂടുതൽ സക്സസ് ഉള്ളത് കണ്ടുകൊണ്ടാണ് മീഡിയാസ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ തന്നെ നമ്മുടെ കുഴി തോണ്ടുകയാണ്. നിങ്ങൾ എത്രത്തോളം യോഗ്യതയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മറ്റൊരാളെ കുറ്റം വിധിക്കാൻ നിങ്ങൾ തന്നെ കുഴിക്കുന്ന കുഴിയിൽ നിങ്ങൾ തന്നെ വീഴും. അത് നിങ്ങൾ മറക്കാതിരിക്കുക. താങ്ക് യു.